കേട്ടിട്ടില്ലേ? കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഓച്ചിറ പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൽ ശക്തമായ മഴ വർഷിക്കുന്ന സമയത്ത് അതാ 2-3 കല്ലുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ കൊള്ളിക്കമ്പുകൾ വെച്ചിട്ട് കടലാസിലേക്ക് തീപ്പെട്ടി ഉരസിക്കൊണ്ട് കത്തിച്ചിട്ട് ചെറിയൊരു കലത്തിലേക്ക് കഞ്ഞി വേവിക്കുകയാണ്. അവിടേക്കൊരു തുള്ളി വെള്ളം പോലും വരുന്നില്ലല്ലോ. കണ്ടവർ അത്ഭുതപ്പെട്ടു പോയി. നിസ്കരിക്കാൻ പോകുന്നത് നാട്ടുകാർ കണ്ടിട്ടില്ല. മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുന്നത് നാട്ടുകാർ കണ്ടിട്ടില്ല. അത് കറാമത്തിന്റെ ലോകമാണ്. അള്ളാഹുവിലേക്ക് അടുത്തെറിഞ്ഞവരാണവര്. അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നവരാണവര്. സാധാരണക്കാരന്റെ കണ്ണുകൊണ്ട് അവരളക്കാനൊക്കില്ല. അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന ചില ഔലിയാക്കള് അങ്ങനെ ഒരു ലോകമുണ്ട് കേട്ടോ. പഴയ കാലം നമുക്ക് മറക്കാനൊക്കുമോ? നമ്മുടെ നാടുകളിലുള്ള പള്ളികളിൽ മഗ്‌രിബിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ആ നാട്ടിലുള്ള കാരണവന്മാരും യുവാക്കളും കുട്ടികളും വന്നുകൊണ്ട് ആ പള്ളിയിലെ മുത്തഅല്ലിമീങ്ങളോട് ഒന്നിച്ചുകൊണ്ട് ചൊല്ലിയിരുന്നൊരു ദിക്റുണ്ടായിരുന്നുവല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എന്തൊരു ഭംഗിയായിരുന്നു ആ ദിക്റുകൾക്ക്. അത് കേൾക്കാൻ എന്തൊരു ചന്തമായിരുന്നു, എന്തൊരു ഭംഗിയായിരുന്നു ആ നാടുകൾക്ക്. എന്നാൽ ഇന്ന് എല്ലാം അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത ദിക്റ് തന്നെയാണ് ആ ദിക്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റ് ചൊല്ലിയാൽ ഹത്തല്ലാഹു വൻഹദനബഹു വഇൻ കാനത് അക്സറ മിൻ സബദിൽ ബഹരി, കടലിലടിക്കുന്ന തിരമാലകളേക്കാൾ അപ്പുറം പാപം ചെയ്തവന്റെ പാപം അല്ലാഹു മായ്ച്ചു കളയുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹ്. എത്ര വലിയ പാപം ചെയ്തവന്റെ പാപവും പൊറുക്കപ്പെടുന്ന ഒരു ദിക്റാണ് ആ ദിക്റ്. മാത്രമല്ല ആ ദിക്റിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞത് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന്റെ മേലെ ഏറ്റവും ഭാരം കുറഞ്ഞ 2 വാക്കുകളാണ്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ വല്ലാത്ത ഭാരമുള്ള വാക്കുകളാണ് ആ വാക്കുകൾ. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ് ആ വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഏത് പ്രതിസന്ധി വന്നാലോ എന്ത് പ്രയാസം വന്നാലോ അതിനെല്ലാം ഉള്ള മരുന്ന് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം വേണോ? അല്ലാഹുവിനെ സ്മരിച്ചോ? അല്ലാഹുവിനെ ദിക്റ് ചൊല്ലലല്ലാതെ മറ്റൊരു മാർഗമില്ല പ്രിയപ്പെട്ടവരെ. മഗ്‌രിബിന്റെ അരമണിക്കൂർ മുമ്പ് നമ്മുടെ വീടുകളിലും ആ ദിക്റ് പതിവാക്കട്ടെ. ഉമ്മമാര്, സഹോദരിമാര്, കുട്ടികള് അരമണിക്കൂർ മുമ്പ് ഒന്ന് വദഅ ചെയ്ത് വന്നിട്ട് ദിക്റ് ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പഴമയിലേക്ക് തിരിച്ചു പോവാൻ ശ്രമിക്കണം. ദിക്റുകൾ ചൊല്ലണം, തസ്ബീഹുകൾ ചൊല്ലണം, ഖുർആൻ പാരായണം പതിവാക്കണം, സ്വലാത്ത് ചൊല്ലണം, ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം, മാലകൾ ചൊല്ലണം, മൗലിദുകൾ ചൊല്ലണം.